ഈ മനുഷ്യച്ചങ്ങലയുടെ ആരംഭം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഈ മനുഷ്യച്ചങ്ങല ആരംഭിക്കുന്നത്. കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷഫീഖ്, കാസർഗോഡ് ജില്ലയിൽ എ റഹീം MP ആണ് മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയാകുന്നത്. ജില്ലയിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കും എന്നാണ് കരുതുന്നത്? അവിടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോൾ അല്പസമയം മാത്രമാണല്ലോ ബാക്കിയുള്ളത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഈ വേദിയിലാണ് മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എ റഹീം MP അണിചേരുന്നത്. അതിനുശേഷം കാസർഗോഡ് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 4:30 മണിക്ക് തന്നെ ഇതിന്റെ ട്രയൽ ആരംഭിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കാലിക്കടവിൽ ഇതിന്റെ അവസാന കണ്ണിയായി ചേരുന്നത് മുൻ MP P കരുണാകരനാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ സ്ഥലങ്ങളിലും 1 ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കും എന്നാണ് അവകാശവാദം. ബാലസംഘത്തിന്റെ പ്രവർത്തകർ മുതൽ CPMന്റെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇതിൽ കണ്ണുചേരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ധാരാളം ആളുകൾ കാസർഗോഡിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകം ഓരോ ഏരിയക്കും പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ ആരംഭിക്കും. ആ ട്രയലിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആരംഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ കണ്ണിയായി ഇവിടെ അണിചേരുന്നത് എ റഹീം MP ആണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായി മുൻ MP P കരുണാകരൻ കണ്ണിചേരുന്നതോടെ കാസർഗോട്ടെ മനുഷ്യച്ചങ്ങല പൂർണ്ണമാവും. ചെറിയ കുട്ടികൾ മുതൽ CPMന്റെ മുതിർന്ന നേതാക്കൾ, ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് നിശ്ചയിച്ച വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഇതിന്റെ ആദ്യ കണ്ണിയായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP കണ്ണിചേരുന്നത്. അതോടുകൂടി 4:30 മണിക്ക് തന്നെ അതിന്റെ ട്രയൽ ആരംഭിക്കാനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന മുഴുവൻ ആളുകളും ഇതിന്റെ റെയിൽവേ സ്റ്റേഷൻ മുതൽ കാസർഗോഡ് നഗരത്തിലൂടെ പ്രസ് ക്ലബ് ജംഗ്ഷൻ വരെയാണ് എത്തുക. അവിടെ നിന്ന് സംസ്ഥാന പാതയിലൂടെ കാഞ്ഞങ്ങാട്ടേക്ക് എത്തിച്ചേരും. കാഞ്ഞങ്ങാട് നിന്നാണ് പിന്നെ ദേശീയ പാതയിലൂടെ കാലിക്കടവിലേക്ക് പോകുന്നത്. കാലിക്കടവിലാണ് ഇതിന്റെ കാസർഗോഡ് ജില്ലയിലെ അവസാന കണ്ണിയായി P കരുണാകരൻ MP കണ്ണുചേരുന്നത്. വിവിധ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാസർഗോട്ടെ ഈ ആദ്യ കണ്ണിയായി ചേരുന്ന റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ട്രയൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിന് കണ്ണിചേരുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. മുഴുവൻ ആളുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള നിരവധി പ്രമുഖർ സംബന്ധിക്കും എന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജില്ലയിലെ സാമൂഹ്യ സാംസ്കാരിക സാന്നിധ്യം ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്. കാലിക്കടവ് വരെ ഏകദേശം 1 ലക്ഷത്തോളം പ്രവർത്തകരെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ അതാത് കമ്മിറ്റികൾക്ക് ഏർപ്പെടുത്തിയ നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നതിന് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് പ്രവർത്തകരെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ ട്രയലിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തനമാണ് നടക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ഇതിന്റെ ആദ്യ കണ്ണി ഉണ്ടാവുക. കാലിക്കടവാണ് കാസർഗോഡ് ജില്ലയിലെ അവസാന കണ്ണിയായി ചേരുന്നത്. P കരുണാകരൻ MP വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ നേതാക്കൾ ഇതിന്റെ കണ്ണിയുടെ ഭാഗമാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലസംഘത്തിന്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ കൂട്ടമായി എത്തിച്ചേർന്നിരിക്കുന്നത്.